മാടവന ബസ് അപകടത്തിൽ ഒരു ബൈക്ക് യാത്രികൻ്റെ ജീവനാണ് പൊലിഞ്ഞത്. ഇതിൻ്റെ കാരണം തേടിപ്പോയാൽ ഉത്തരം പലതുണ്ട്. സിഗ്നൽ സംവിധാനത്തിലെ പാളിച്ച മുതൽ ഡ്രൈവറുടെ ശ്രദ്ധക്കുറവ് വരെ അതിൽ ഉൾപ്പെടും. ചെറിയ മഴയുണ്ടായിരുന്നു, അപ്പൊ ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടിയില്ലെന്ന് തോന്നുന്നു. ബൈക്കുകാരനെ മുട്ടിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് തെറ്റിച്ചാണ്. അപ്പൊ അപ്പുറത്തെ സിഗ്നലിൽ പോയിടിച്ച് അപ്പം പൊങ്ങിയിട്ട് മറിഞ്ഞ് ബൈക്കിന്റെ പൊക്കത്തേക്ക് വീണു. സിഗ്നലിൽ വീണപ്പോൾ തന്നെ അവർ ചവിട്ടിയപ്പോൾ കിട്ടിയില്ല. മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ റിപ്പോർട്ട് കൈമാറും. വണ്ടിയുടെ ഡാഷ് ക്യാം ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പ് കൈമാറുക. മെക്കാനിക്കൽ ഡിഫക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോൾ തൽക്കാലത്തിൽ നോക്കണേ ഉള്ളൂ. ഇപ്പോഴുള്ള കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഈ അപകടത്തിൻ്റെ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുക്കും. ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കാനുള്ള റിപ്പോർട്ടുകൾ പിന്നീട് ഇവിടുത്തെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ കൊടുക്കും. അപകടശേഷം ആദ്യം രക്ഷാപ്രവർത്തനമാണ് പോലീസ് നടത്തിയത്. തുടർന്നാണ് ഡ്രൈവറിലേക്കുള്ള അന്വേഷണം നീങ്ങിയത്. സംഭവ സ്ഥലത്തു നിന്ന് തന്നെ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് സ്വദേശി പാൽപ്പാണ്ടിയാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇടപ്പള്ളി അരൂർ ദേശീയപാതയിൽ ഇടപ്പള്ളി കഴിഞ്ഞാൽ ഈ കാണുന്ന മാടവനയാണ് പ്രധാന സിഗ്നൽ ജംഗ്ഷൻ. പക്ഷേ ഇവിടുത്തെ സിഗ്നലിൽ ടൈമർ തകരാറാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപാകത. ഞങ്ങളിവിടെ വണ്ടി ഓടിക്കുന്ന ആളുകളാണ്, ഞങ്ങൾക്ക് ഇത് തന്നെ പണിയാണ് ഇവിടെ ആളുകളെ പൊക്കിക്കൊണ്ടു പോകും. നമ്മൾ സാറ് റോഡെന്ന് പറയുമ്പോ മിറ്റിലെങ്കിലും ഇത്തിരി കാണുമല്ല, ഇതൊന്നുമില്ല. മെഴുകിയിട്ടേക്കണ ടാറാണ് ഇതിന്റെ മുകളിൽ മെഴുകിയിട്ടേക്കണത്. ഇവർ ഈ കുമ്പളം ടോള് വെച്ചിട്ട് നമ്മളോട് പിന്നെ ടോളുകൾ വാങ്ങിക്കുന്നുണ്ട്. ഈ ടോളുകൾ വാങ്ങിക്കുന്നത് എന്തിനാണ്? ഇവിടുത്തെ ആളുകൾക്ക് പൊതുജനത്തിന് പിന്നെ സൗകര്യപ്പെടുത്താനല്ലേ, അതിനു വേണ്ടിയല്ലേ. ഇവിടെ ഒരൊറ്റ ലൈറ്റ് പോലും തെളിയണില്ല. ഓരോ വാഹനാപകടങ്ങളുടെയും പ്രധാന കാരണം അശ്രദ്ധയാണ്. ഇവിടെ അത് അധികാരികളുടേതാവാം. അതിൻ്റെ കാരണം തേടി കൃത്യമായ ഇടപെടലുകളാണ് വേണ്ടത്. ജോയ് സിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.